അജി കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, 4 വീല് എങ്ങനെ ഇടാം. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന 2009 മുതലുള്ള ടർബോ ആണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു സാധനം കൂടെ ഉണ്ട്. ഇതെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. ഇതാണ് ഫ്രീ വീൽ ഹബ്ബ് എന്ന് പറയും, ലാംഡ. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിന് കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി 4 വീൽ വണ്ടിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 4 വീൽ വണ്ടിക്ക് സാധാരണ 2 വീൽ വണ്ടിനേക്കാളും എന്താണ് മൈലേജ് ചിലപ്പോൾ ചെറിയ തോതിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5-1.25 കിലോമീറ്ററോളം നമുക്ക് എന്ത് ചെയ്യും 2 വീൽ വണ്ടിക്ക് കിട്ടുന്ന അതേ മൈലേജ് 4 വീൽ വണ്ടിക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കാം, എങ്ങനെ യൂസിങ് ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ലോക്കാണ്. ഇവിടെ നമ്മുടെ ഒരു ആരോ ചിഹ്നം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഓൾറെഡി എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പോൾ ഓൾറെഡി ലോക്കിലിട്ട്, അപ്പോഴാണ് ഇന്നൊരു കണ്ടൻറ്റ് കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അപ്പം നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക. ഇതിങ്ങനെ വന്ന് ഇവിടെ വരും. ഫ്രീ ഈ ആരോചിഹ്നം കറക്റ്റ് സെയിം ആയിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീയിലാണ് കിടക്കണമെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഹൗസിങ് എന്താവില്ല, വർക്ക് ചെയ്യൂല, ഒരു പിടുത്തം ഉണ്ടാവില്ല, ബാക്ക് ഹൗസിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി 2 വീൽ ഡ്രൈവിൽ ഓടുന്ന പോലെ അതേപോലെ ഓടും. അപ്പോൾ നമുക്ക് മല ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് സ്ഥിരം യൂസ് ചെയ്യേണ്ട കാര്യം. അങ്ങനെയുള്ളവരൊക്കെ ഇത് ലോക്കിലിട്ട് തന്നെ ഉപയോഗിക്കുക. അല്ലാത്തവരും ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഫ്രീയിലാക്കി ഇട്ട് ഓടുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഹൗസിങ്ങുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ആക്സിൽ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ചക്രങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വെറുതെ കറങ്ങൂല. അപ്പോൾ ഇത് ഫ്രീയിലിട്ടാൽ നമ്മുടെ വണ്ടി 2 വീൽ ഡ്രൈവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഐ ഗിയർ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫ്രീനെ നമ്മൾ എന്താക്കണം, ലോക്കിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ മെല്ലെ ലോക്കിലോട്ട് ഇട്ടു. ഇത് ലോക്കിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കവിടെ ഐ ഗിയർ എങ്ങനെ ഇടാൻ നോക്കാം. അപ്പോൾ ഈ വണ്ടി നമ്മളെ സാധാരണ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത പോലെ ഒക്കെ കാരണം വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി മോഡൽ കൂടിയ വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് ഓൾറെഡി നമുക്ക് മെയിൻ ഗിയർ തന്നെ 5 ഗിയർ പ്ലസ് റിവേഴ്സ് 6 ഗിയർ വണ്ടിയാണ്. റിവേഴ്സ് അടക്കം കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് റിവേഴ്സ്. നമ്മുടെ ഐ ഗിയർ ഇത് അങ്ങേറ്റത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഇത് ഐ ഗിയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം മെയിൻ ഗിയർ എന്ത് ചെയ്യണം, ന്യൂട്രലാക്കണം. ഇപ്പോൾ ന്യൂട്രലുള്ളത്. ഇപ്പോൾ നമ്മുടെ കുട്ടി ലിവർ ഓൾറെഡി 2 വീൽ ഡ്രൈവ് ആണ് കിടക്കുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ സ്റ്റെപ്പ് വലിച്ചു. അപ്പോൾ നമ്മൾ 4H വന്നു. കാണുന്നുണ്ടോ, ഉണ്ടോ, 4H. അപ്പോൾ 4H ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 4 വീലും കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ചെറിയ തോതിൽ പിടിക്കും. ഓക്കെ, ഇനി നമ്മൾ വണ്ടി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇനി അതിനും വലിയ കയറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇതെന്താണ്, ഇത് ന്യൂട്രലാണ്. നമ്മുടെ ഈ ഐ ഗിയറിന് എന്താണ് ന്യൂട്രുണ്ട്. അത് ഏത് ഗിയറിലിട്ട് കഴിഞ്ഞാലും വണ്ടി എന്താവില്ല, പോകില്ല. കണ്ടോ, ഏത് ഗിയറിലിട്ട് കഴിഞ്ഞാലും നമ്മുടെ വണ്ടി എന്ത് ചെയ്യില്ല, പോണില്ല. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളിത് എന്താ പറ്റിയെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വന്നാലേ ഉണ്ടാവുള്ളൂ, ലോയിലോട്ട് വരുള്ളൂ, പൂർണ്ണ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കൂടെ വലിക്കാണ്ട്, പക്ഷെ ഞാൻ വലിച്ചിട്ട് ക്ലച്ച് ഒപ്പിട്ട് ഇത് വരുന്നില്ല. കണ്ടോ, അപ്പോൾ ഇതിന് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ട് കൊടുത്ത് മെല്ലെ ക്ലച്ചൊന്ന് മെല്ലെ പൊക്കി, എന്നിട്ടൊന്ന് മെല്ലെ ഇട്ടു. അപ്പോൾ വണ്ടി എന്തായി, വലിച്ചിട്ടു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചില സമയത്ത് എന്താവില്ല, ഇതങ്ങോട്ട് വീഴൂല. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണ്ടി വരും ഇടാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഐ ഗിയർ എന്തായി, ലോയിലായി. ഇപ്പോൾ നമ്മുടെ വണ്ടി മെല്ലെ എന്തായി, കയറിപ്പോവാണ്. ഓക്കെ, മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട് ഞാൻ വളരെയധികം സന്തോഷമായി. അപ്പോൾ എനിക്കും തോന്നി വീണ്ടും വീഡിയോ ചെയ്യണം, എനിക്കറിയണ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാട്ടോ. ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.